നമ്മുടെ മലയാളം സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഒന്ന് നോക്കി വെച്ചാട്ടോ. നല്ലൊരു അടിപൊളി ഗ്രാമഭംഗിയോട് കൂടിയുള്ള ഒരു സിനിമ എടുക്കുകയും ചെയ്യാം. ദീദി നമസ്തേ. നമസ്തേ. ഇവിടുത്തെ കൾച്ചറും അവരുടെ സഞ്ചാരികൾ വന്ന നമ്മൾക്ക് കൊണ്ടുതരുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞു തന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം, എല്ലാവർക്കും സുഖമാണോ? അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമങ് ജില്ലയിലെ ദിരങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനുള്ളത്. തവാങ്ങിലേക്ക് പോകുന്നതിൽ വെച്ചിട്ട് ദിരാങ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് നേരെ വേണം തവാങ്ങിലേക്ക് പോകാൻ വേണ്ടി. ദിരാങ്ങിൽ നിന്നും തവാങ് 138 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പോകുന്നത് ചുഗു വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഒരു ഹിഡൻ ലൊക്കേഷനാണ്. ഇവിടെ താമസിക്കുന്ന ഒരു മലയാളിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഏകദേശം ഒരു 3-4 മണിക്കൂർ നടക്കണം. ബൈക്ക് ഉണ്ടെങ്കിൽ വേഗം പോകാം കേട്ടോ. പക്ഷെ നടന്ന് കാണുന്ന കാഴ്ചകൾക്ക് ഭംഗി കൂടുതലാണെന്ന് പണ്ടത്തെ ഗ്രാമവാസികൾ പറയാറുണ്ട്. അവരൊക്കെ എന്നും നടന്നാണ് പോകുന്നത്. ഇപ്പോഴാണ് കേട്ടോ അരുണാചലിലെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയ ചുഗു വാലിയിലെ മനോഹരമായ കാഴ്ചകളായിരിക്കും ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരിക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മുഴുവനായി കാണണം കേട്ടോ. നമസ്തേ. नमस्ते। ताशिदिले ताशिदिले गुड गुड। आपका नाम बोलिए। मेरा नाम युगपू बोलते हैं। युगपू? युगपू। कौन सा गाँव का है? हम लोग ये रामकेम का है। रामकेम के? हाँ। अच्छा अच्छा, अभी पैदल जा रहे हैं? हाँ पैदल जा। हम कहीं भी जाके। अच्छा, आपका जगह बहुत सुंदर है। मैं केरला से रहने वाले हैं। हाँ या ठीक है। हाँ थैंक यू। हेलो हेलो। चुग कितना किलोमीटर है? चुगु वाली। അച്ഛാ, പെട്ടെന്ന് മഴ വന്നുകൊണ്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുകയാണ് സുഹൃത്തുക്കൾ. എൻ്റെ ജീവിതത്തിൽ എല്ലാം അയ്യോ, ക്യാമറയൊക്കെ വേഗം എടുത്തു വെക്കട്ടെ. മഴ വന്ന പണി കിട്ടും. ആകെയുള്ള ക്യാമറയാ ഇത്. കണ്ടോ, ഇതെല്ലാം അയച്ചു മാറ്റി സാധനങ്ങളൊക്കെ വെക്കണം. അപ്പം വേഗം സാധനം വെച്ച് വേഗം നടക്കട്ടെ. നടന്നു പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ മാനെ കാണാൻ സാധിക്കും. മാനേനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. മാന എന്ന് പറയുന്നത് മരിച്ചുപോയ ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിയുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾക്ക് സഞ്ചാരികൾക്ക് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും. പക്ഷെ ഇതിനൊക്കെ ധാരാളം കഥകൾ പറയാനുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് ഈ ഒരു കല്ലിനെ. ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ബഹുമാനിക്കും കേട്ടോ. ഈ ഒരു കല്ലിനെ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ. ഭൂമിയാണ് കേട്ടോ ഇവിടുത്തെ ജനങ്ങൾ കൂടുതലും വിശ്വസിക്കുന്നത്. ഈ കല്ലുകളൊക്കെ നോക്കി എന്ത് സന്തോഷമാണെന്നറിയോ. പൈസയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പണിയുന്നത്. നല്ല പൈസയുള്ള കുടുംബക്കാരാണെങ്കിൽ കൂടുതൽ ഭംഗിയോട് കൂടി ഇത് പണിയും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ, പഴയ കല്ലുകൾ പാകിയിട്ട് പണിയുന്നത് കാണാൻ പ്രകൃതിക്ക് തന്നെ എത്ര മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്നു. എൻ്റെ അമ്മ, മഴ പോയപ്പോൾ ഈ സ്ഥലം തിളങ്ങുവാണ്. പൈമരക്കാടുകളൊക്കെ ആയിട്ട് ഇത്ര ഭംഗിയുള്ള സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഇതെന്തിൻ്റെയാണോ കൃഷി, എന്തോ കൃഷി ചെയ്യുന്ന കേട്ടോ. മനോഹരം എന്നല്ലാതെ പ്രിയപ്പെട്ടവരെ എനിക്കൊന്നും നിങ്ങളോട് വിശേഷിപ്പിക്കാനില്ല. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഓരോരോ ഗ്രാമപ്രദേശങ്ങളാണ്. ഇവിടെ ബോർഡ് കണ്ടോ, വെൽക്കം ടു ചുഗ് പങ്സ വില്ലേജ് എന്താ നോട്ടീസൊക്കെ ഉണ്ട് കേട്ടോ. ഹണ്ടിങ് ഈസ് ബാനഡ് ഇൻ ദ ഏരിയ ഓഫ് ചുഗ് വില്ലേജ്. എ ഫൈൻ ഓഫ് Rs 50,000 രൂപ കേട്ടോ. വുഡ് ബി ചാർജ്ഡ് ബൈ ദ വില്ലേജ് കൗൺസിൽ ഓഫ് ഹിഫ് ഫണ്ട്. ഹണ്ടിങ് ഒന്നും അനുവദിക്കത്തില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഹണ്ട് ചെയ്യാറുണ്ട്. ഇവിടെ വലിയൊരു ബുദ്ധ മൊണാസ്റ്ററി അവർ പണിയുന്നുണ്ട്, ഒന്നും അറിയത്തില്ല. അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമോ തോന്നുന്നു. അങ്ങ് ദൂരെ കണ്ടോ, എന്താ നോക്കിയാൽ ആ റോഡൊക്കെ ആ ഒരു ഗേറ്റിനകത്തൂടെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. മഴയാണ് കേട്ടോ, കുറച്ച് ദിവസം കൂടെ മഴയാണ്. മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ക്യാമറയൊക്കെ ഓഫായി. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. സുഹൃത്തുക്കളെ, ഗ്രാമത്തിൽ തന്നെ ധാരാളം മാനകളുണ്ട്. ചില മാനകളൊക്കെ ഭയങ്കര സൗന്ദര്യമായിരിക്കും. ഇത് കണ്ടോ, ഇവരിവിടെ ചോളം തൂക്കിയിട്ടിട്ടുണ്ടോ. ചോളം മാത്രമല്ല, അതിന് മുകളിലെ പൂക്കളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എത്ര മനോഹരമാണെന്നറിയോ. ഞാൻ ഗ്രാമത്തിൻ്റെ ഒരു റോഡ് സൈഡിലാണ് ക്യാമറ വെച്ചത്. ആൾക്കാരൊക്കെ നോക്കുമോ ഇവരെന്താണ് ഇവിടുന്ന് സംസാരിക്കുന്നത്, ഇതിലെന്താണ് ഇത്ര സവിശേഷത എന്നൊക്കെ. അതാണ് കേട്ടോ സഞ്ചാരം എന്ന് പറയുന്നത്. നമ്മൾ കാണാത്ത ഓരോ പുതിയ കാഴ്ചകളും എന്നും അറിവുകളാണ് കേട്ടോ. അതിൻ്റെ താഴെ വെള്ളം വരുന്നുണ്ട്. ഇവർക്ക് ഇവിടുന്ന് തുണി അലക്കാനായാലും ഈ വെള്ളം കുടിക്കാനായാലും ഉപയോഗിക്കാൻ കേട്ടോ ഇവർ പറയുന്നത്. മരിച്ചുപോയ ആൾക്കാരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഇവർ പണിയുന്നത്. പക്ഷെ അത് അവർക്ക് ഉപകാരപ്പെടുന്ന കൂടിയുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയേ. അയ്യോ, മനോഹരം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല കേട്ടോ. വാക്കുകളാൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഗ്രാമത്തിലെ ഒരു കടയാണ്. ഇവിടുന്ന് ഒരമ്മ എന്താണ് തുണി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ഇതിരിക്ക ലോക്കൽ കപ്പടേ
अच्छा अच्छा, मिशन में क्या बोलने हैं गाँव में? शिंका बोलते शिंका शिंगदा। शिंका हम लोग का मूल प्रदेश को शिंका बोलते अच्छा अच्छा, മോംബ ട്രൈബൽ का ഭാഷ. जी മോംബ ട്രൈബൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബുദ്ധിസ്റ്റിനാണ് കേട്ടോ മോംബ ട്രൈബൽ എന്ന് പറയുന്നത്. ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കാണിച്ചരാ. ചെറിയ ചായക്കട കേട്ടോ, സഞ്ചാരികളൊക്കെ വന്നാൽ ചായ കുടിക്കാനൊക്കെ. ഈ കിത്തനെ ഏക് ബാഗ് മേ एक मेरी 700 का है सर 700, जी അതായത് എന്താണ് 600-700 രൂപ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. 3000 രൂപ വരെയുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് കേട്ടോ. और ये लोकल कारपेट है सर, देखेगा ये वाला. अच्छा, आप देखो हम हाथ से कुछ ये लोकल कारपेट है वो सब. ये सब हाँ ये जोड़ा है ये 1200 1000 रुपए का दे रहे हैं. 1000 है. अच्छा, അതായത് ये ऊपर में रख वाला देखो सर लोकल कारपेट है कारपेट. ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഇവര് വിൽക്കാൻ പറ്റതാ കേട്ടോ. ठीक है फुल ठीक है सर, आप फुल बोट आलू से डिजाइन. ठीक है. എന്നോട് പറഞ്ഞ എല്ലാം നോക്കിക്കോ, 1000 രൂപ 2000 രൂപയ്ക്ക് റേറ്റ് വരുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൂടിയാണ്. ഇവിടെയൊക്കെ ആൾക്കാരെ കണ്ടോ, ഇതൊക്കെ ഗ്രാമവാസികളാട്ടോ. ഗ്രാമത്തിലൊരു വൈകുന്നേര സമയത്താണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഇതൊക്കെ ഇവരുടെ വീടാണ് ഈ കാണുന്നത്. എത്രമാത്രം എന്താണ് മനോഹരമാണ് നോക്കിയേ. ഇവിടെ വെയിൽ വന്നാൽ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി കുറച്ചുകൂടി ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഉൾഗ്രാമ പ്രദേശങ്ങളാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇവിടെയൊക്കെ വരാൻ നോക്കുക കേട്ടോ. ചുഗ് എന്ന് പറയും കേട്ടോ. കറക്റ്റ് ഗ്രാമത്തിൻ്റെ പേര് CHUG, അങ്ങനെയാണ് സ്പെല്ലിങ് വരുന്നത്. വെയിൽ വന്നാൽ ഇതിൻ്റെ ഭംഗി കുറച്ചുകൂടി കൂടും ഗ്രാമത്തിൻ്റെ. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഈ ഗ്രാമത്തിലെ ആ വലിയൊരു മൈതാന പ്രദേശം എന്ന് പറയുന്നത്. ഇതൊന്നും മാത്രമല്ല കേട്ടോ, 2-3 മൈതാനമുണ്ട് ഈ ഒരു പർവ്വതത്തിൻ്റെ താഴ്വരകളിൽ. നമ്മുടെ മലയാളം സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഒന്ന് നോക്കി വെച്ചാൽ കേട്ടോ, നല്ലൊരു അടിപൊളി ഗ്രാമഭംഗിയോട് കൂടിയുള്ള ഒരു സിനിമ എടുക്കുകയും ചെയ്യുക. കൂടാതെ ഈ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഒരു ജോലി ആവുകയും ചെയ്യും കേട്ടോ. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ മലയാള സിനിമ ഏത് സിനിമയായാലും ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ജോലി കിട്ടുമല്ലോ. അത് ചെറിയൊരു കാര്യമല്ല. എൻ്റെ അമ്മ, ഇതൊക്കെയാണ് കേട്ടോ സ്വർഗം എന്ന് പറയുന്നത്. ശാന്തതയുടെ സ്വർഗമാണ്. നിങ്ങളിവിടെ വേറെ ഏതെങ്കിലും ടൂറിസ്റ്റ് ഉണ്ടോ നോക്കിയേ. പക്ഷേ ഇതേ സമയത്ത് തവാങ്ങിലേക്ക് പോയാൽ മൊത്തം ക്രൗഡായിരിക്കും കേട്ടോ. എല്ലാവരും ഐസ് കാണാനൊക്കെയുള്ള ധൃതിയിലാണ്. പക്ഷേ ഭൂമിയുടെ പച്ചപ്പ് ആസ്വദിക്കാൻ മറന്നു പോകുന്ന ജനങ്ങളാണ് ഇന്നുള്ളത് കേട്ടോ. എല്ലാവരും ആസാമിൽ നിന്നും കേരളത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് പോകുന്ന തവാങ്ങിലേക്കാണ്. ഈ ഒരു സ്ഥലം ആൾക്കാർ അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും ഭംഗിയോടെ നിൽക്കുന്നത് കേട്ടോ. അധികം സഞ്ചാരികൾ വന്നാൽ ഈ സ്ഥലം ഒരു പക്ഷേ മോശമായി പോയേക്കാം എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം മനുഷ്യനാണ് ഈ പ്രകൃതിയെ ദ്രോഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യർ കേട്ടോ. എൻ്റെ ശബ്ദം കണ്ടോ നല്ലപോലെ മാറി മഴ കൊണ്ടിട്ട്. എന്തായാലും സന്തോഷം. ഈ കാറ്റ് വരെ ഞാൻ ഇവിടുന്ന് ആസ്വദിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഇവിടെ നിന്നും ദിരാങ്ങിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ചെറിയൊരു ഹോം സ്റ്റേ ആണ് കണ്ടോ. വെൽക്കം ടു ഓക്ക് ട്രീ ഹോം സ്റ്റേ. ആഹാ, സൈക്കിളിൽ ആൾക്കാർ എഴുതുന്നുണ്ടല്ലോ. അവിടെ ബ്രേക്ക് കറോ. ഞാൻ താമസിക്കുന്ന വീട്ടിലെ കുട്ടികളാ. खाना खा लिया? नीचे इधर घूमो. अच्छा है, इधर घूमो साइकिल में. अच्छा जगह, ब्रेक है. ഞാൻ താമസിക്കുന്ന വീടൊക്കെ പറയുന്നത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഹോം സ്റ്റേ ആണ്. മണ്ണും പലകൊക്കെ വെച്ച് കൊണ്ടുണ്ടാക്കിയ ഒരു ഹോം സ്റ്റേ ആണ്. നാഗഭാഗക്കര കാണിച്ചു തരാം. കുട്ടികൾ സന്തോഷിക്കുകയാണ്. സ്ഥലങ്ങളൊക്കെ കണ്ട് എത്ര സന്തോഷം നൽകുന്നു നോക്കിയ പച്ചപ്പ് നിറഞ്ഞ ഭൂമി. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേന്റെ എൻ്റെ റൂം കേട്ടോ. മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ. അതുപോലെ തന്നെ ഹോം സ്റ്റേ നമ്മൾക്ക് അങ്ങനെയാണ്. ടോയ്ലറ്റ് അവരിപ്പം പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾക്ക് ഉള്ളിൽ ടോയ്ലറ്റ് വേണമെന്ന് പറഞ്ഞ ശേഷമാണ് ഇവര് സിമെന്റ് കൊണ്ടൊക്കെ ടോയ്ലറ്റ് പുറത്ത് നിർമ്മിച്ചത് അഡീഷണൽ ആയിട്ട്. ഇതാണ് എൻ്റെ റൂം. കൂടാതെ അതിഥി കൂടിയുണ്ട്. ഇവന് ഞാൻ റൂമിനകത്തേക്ക് കൊണ്ടുവന്നു. കുങ്കുടു. ഇവന് ആപ്പിൾ ഉണ്ട്, ആപ്പിൾ കൊടുത്തു നോക്കാം കഴിക്കുമെന്ന്. കാരണം പുറത്ത് ഉപയോഗിച്ചിട്ട് വരാൻ തോന്നിയില്ല. ഈ കാണുന്ന ബാഗ് മൊത്തം എൻ്റെതാണ്. നല്ല മഴ ആയതുകൊണ്ട് ഇന്ന് ഇവിടെ കൂടെ ഇനി പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. മഴയും കാറ്റും വന്ന് തുടങ്ങി കേട്ടോ. ഒരു ഫോറസ്റ്റിലാണ് നമുക്ക് താമസം വരിക. നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോഴും പറയുന്നു നല്ല തണുപ്പാണ്. നമുക്ക് എന്തായാലും റൂമിലേക്ക് കയറാം. ഹേയ്, ഇതിന്റെ അകത്താക്കി അകത്ത് ഈ തുണി തന്നെ എന്റെ നല്ല കുപ്പായാണ് നിനക്ക് തന്നത്. എന്നാ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കും, തണുപ്പ് പോവല്ലോ. അവിടെ ഇരിക്കും. എനിക്ക് നിന്റെ കാലിനെന്തോ പറ്റി തോന്നുന്നു കേട്ടോ.
പാവം കേട്ടോ. ഓ അയ്യോ നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്തോ പരിക്കുണ്ട്. തൽക്കാലം കിടക്കട്ടെ. നമുക്ക് കാണുമ്പോൾ വിഷമം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈകുന്നേരമൊക്കെ ചായ കുടിക്കുമ്പോൾ നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ചായ കുടിക്കാൻ സാധിക്കും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഇരിക്കുന്നൊരു സ്ഥലം. അതായത് ഒരു ചെറിയൊരു സെറ്റപ്പിൽ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിവിടെ താമസിക്കാൻ സാധിക്കും. അങ്ങ് ദൂരെയും വേറെ ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. അവിടെ പെർ ഡേ താമസിക്കാൻ 3000 രൂപയൊക്കെ വേണമെന്നാണ് പറയുന്നത്. ഇതിനകത്താണെങ്കിൽ 4000 രൂപ 3000 രൂപയൊക്കെ. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇവർ കുറച്ച് തരും കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ അത്രമാത്രം നല്ല മനുഷ്യരാണ്, നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ എൻ്റെ തുണിയൊക്കെ അലക്കിയത് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അകത്തു നിന്നാണ്. ഈ വീട്ടിലത്തെ ആൾക്കാരെ കാണിച്ചു തരാം. ഇവിടുത്തെ ഏട്ടൻ വരാനുണ്ട്, അപ്പോൾ അവരെ കുടുംബത്തോടൊപ്പം നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. ഇതാണ് എൻ്റെ റൂം. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു വീട് കേട്ടോ. ഇതാണ് ഈ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ചുഗിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേ വരുവാണെങ്കിൽ കുറച്ച് നല്ല വ്യൂ ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ. ഓക്ക് ട്രീ ഹൗസ് എന്നാണ് ഇവിടുത്തെ ഹോം സ്റ്റേൻ്റെ പേരും കാര്യങ്ങളൊക്കെ. തൊട്ടടുത്തൊക്കെ 2-3 ഹോം സ്റ്റേ ഉണ്ട്. അങ്ങ് ദൂരെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഗ്രാമത്തിലെ. അവിടെയും താമസം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നല്ല വ്യൂ കിട്ടുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല കാഴ്ചകൾ ഉണ്ടാകുമെന്ന്. എന്തായാലും സന്തോഷം കേട്ടോ. വ്യത്യസ്ത തരമായ പക്ഷികളെയൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ വരും കേട്ടോ പക്ഷികളൊക്കെ. ഇതാണ് ഇവിടുത്തെ റൂം വരുന്നത്. 3 പേർക്ക് 2000 രൂപ കേട്ടോ. ഒരു റൂമിൽ 3 പേര് താമസിച്ച 2000 രൂപയാണ്. ഞാൻ ഒറ്റക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് മുന്നേ ഇവിടെ വന്നപ്പോഴും ഇവർ 1000 രൂപക്കാണ് തന്നത് കേട്ടോ. നമ്മൾ നല്ലപോലെ സംസാരിക്കുവാണ്, കുറച്ച് ദിവസം നിൽക്കുവാണെങ്കിൽ ഇവർ റേറ്റൊക്കെ കുറച്ച് തരും. 3 പേരൊക്കെ ഉണ്ടെങ്കിൽ ലാഭം കേട്ടോ. കാരണം ഒരു റൂമിൽ 2000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ, അതും ഇത്രയും നല്ലൊരു സ്ഥലത്ത്. മറിച്ച് ഇവിടുത്തെ റിസോർട്ടിലൊക്കെ താമസിക്കുന്ന ഒരു ദിവസം 5000 രൂപയൊക്കെ കേട്ടോ ദിരാങ്ങിൽ വാങ്ങുന്നത്. എന്തായാലും അടിപൊളി. ഇതാണ് ഇവരെ കിച്ചൺ വരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്താണ് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടത്. മരം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു ഹോം സ്റ്റേ, പക്ഷെ നല്ല ശാന്തതയാണ്. അങ്ങനെ ഒറ്റപ്പാടോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. നല്ല എന്താണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ താമസിക്കാൻ സാധിക്കും. അടിപൊളിയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഈ ബാഗ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതേ നോക്കൂ, ആരതാന്നറിയണ്ടേ? നമസ്കാരം. ഇവിടെ എന്നെ കണ്ടുമുട്ടിയിരിക്കുവാണ്. എന്റെ ബാഗ് കൊണ്ടൊക്കെ പോവാ. ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോ ചിത്രനോട് ബാഗ് ടാറ്റ പറഞ്ഞു, എല്ലാം ഒഫീഷ്യലി സൈൻ ചെയ്തു, കൈമാറിയിരിക്കുകയാണ്. ഇവിടുത്തെ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് സ്വന്തമായി ഗവൺമെന്റിന്റെ വണ്ടി അടക്കമുണ്ട്. അരുണാചൽ പ്രദേശിലെ ചുഗിൽ നിന്നാട്ടോ കണ്ടുപിടിക്കുക. ഞാനിവിടെ വൈൽഡ് ലൈഫില് പക്ഷികളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മാസമായി ഇവിടെ. അപ്പൊ അങ്ങനെ ചിത്രനെ ഇവിടെ വെൽക്കം ചെയ്യാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. എന്റെ ബാഗ് തിരിച്ചു തരുമോ? ബാഗ് ആലോചിക്കട്ടെ, കൊടുക്കണോ വേണ്ടേ എന്നാലോചിക്കല്ലേ. എന്തായാലും സന്തോഷം. അപ്പൊ ഏതായാലും വളരെ വളരെ സന്തോഷം കാണാൻ പറ്റിയതിലും. ഇനി യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. നല്ല നല്ല വിഷ്വൽസ് ഇനിയും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട് ഭക്ഷണം? ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ദാല്, വെണ്ടക്ക, പപ്പടം, പരിപ്പ് കറി അല്ലേ? ദാലുണ്ടല്ലേ? ദാലൊക്കെ കൊഴിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ കട്ടിക്ക്. വെറുതെ അല്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സുന്ദരന്മാരല്ലേ? ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ നല്ലപോലെ? സ്ഥലം രക്ഷയില്ല. എനിക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമാധാനം തരുന്ന ഒരു സ്ഥലമാണ്. സത്യം. നല്ല മഴയുണ്ട്. ഇപ്പൊ മഴയാണ്, അല്ലെങ്കിൽ ബുക്കൊക്കെ വായിച്ചിരിക്കാൻ അടിപൊളി സ്ഥലം. ആംബിയൻസ് ആണ് അടിപൊളി. എന്തായാലും കഴിക്കും, ഭക്ഷണം കഴിക്കും. സുഹൃത്തുക്കളെ നമസ്കാരം. അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമങ് ജില്ലയിലെ ചുഗ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഞാനുള്ളത്. നമുക്കിവിടെ ഒരു ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്, നമുക്ക് പരിചയപ്പെടാം. दीदी नमस्ते। नमस्ते। कैसे हो? मैं ठीक हूँ। तबई का नाम बोलिए। मेरा नाम लेकी चोमो है। ठीक मैं है। चुग वैली का रहने वाला हूँ। चुग वैली का जी। और मैं यहाँ का दामू हेरिटेज डाइन का ओके। मैनेजर हूँ। तो ये ड्रेस का नाम बोलिए। ये हम लोग
हम लोग दामोस का यूनिफॉर्म है। ओके इसको हम लोग ऊपर का तो टी शर्ट ऐसे टी शर्ट है और नीचे का जो ये है गाले बोलते हैं इसको। गाले बोलते हैं, रेड हाँ, कलर। ऐसा रेड कलर का इसका दालो बोलते हैं। गाले गाले गाले। हाँ। अच्छा, हम लोग का ट्रेडिशनल ड्रेस तो शिंका होते हैं। तो शिंका। हाँ। ओके तो हम लोग जो दामोस में तो हम लोग ट्रेडिशनल ड्रेस पहनते हैं, बट अभी समर में वो बहुत हैवी हो जाते हैं। Okay. और हम लोग का पूरा किचन अलग, डाइनिंग अलग है, तो हम लोग दौड़ भाग करना पड़ता है गेस्ट आने से। तो हम लोग जो कंफर्टेबल के लिए हम लोग ने ये ड्रेस सिलाया है। अच्छा अच्छा ठीक है, अब थोड़ा एक्सप्लेन करिए क्या है। बैठे बैठे। ये बाकुट पैनकेक है। बाकुट पैनकेक। पैनकेक जो Okay. हम लोग का लोकल डायलेक्ट में खुरबा बोलते हैं। इसका इंग्रेडिएंट्स क्या है? बाकुट। बाकुट। हाँ, एक तरह का व्हीट रहता है। व्हीट। ओके। तो उसका फ्लोर, बाकुट का जो फ्लोर आटा का आटा पैनकेक बना है। अच्छा, हेल्थी है, ऑर्गेनिक है। हेल्दी ऑर्गेनिक। Okay. हम लोग दामोस में जो भी यहाँ पे सर्व करता है पूरा ऑर्गेनिक में सर्व करते हैं, और ठीक जो यहाँ पे खुद कल्टीवेट करते हैं उसी चीज को। ठीक है। ये जैसे ये ऑरेंज जैम है। अच्छा, ऑरेंज जाम है। हाँ, इस ऑरेंज इधर ही के है। ऑरेंज यही का है। ओके, मतलब ये सारा सेटअप में क्या बोलते हैं, ये प्लेट सेटअप? ये सर हम लोग ऐसा करके नहीं देते हैं। वैसे तो हम लोग को ऐसा कोर्स बाय कोर्स देता है। ओके। तो अभी आप दोनों मतलब इस लकड़ी के है, ट्रेडिशनल है। ट्रेडिशनल है, ओके लकड़ी का है। और ये ब्लैक टी। ഓക്കെ ഓക്കെ, ധന്യവാദ് ധന്യവാദ്. ഇവിടുത്തെ കൾച്ചറും അവരുടെ സഞ്ചാരികൾ വന്ന് നമ്മൾക്ക് കൊണ്ടുതരുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞു തന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകളാണ്. मैं बहुत हैप्पी है. धन्यवाद. थैंक यू. आप लोग दामोस में आया, मुझे भी बहुत अच्छा लगा. थैंक यू थैंक यू. സുഹൃത്തുക്കളെ, ചെറിയൊരു ജലദോഷമൊക്കെ എനിക്ക് വന്നു, സൗണ്ടിന് മാറ്റം ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഈ ഒരു ചുഗ് വാലി എവിടെയാണ് കറക്റ്റ് വരുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും. അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമങ് ജില്ലയിലെ ചുഗ് വാലി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ചുഗ്, CHUG, ചുഗ് വാലി എന്ന് പറയും കേട്ടോ. മനോഹരമാണ് ഗ്രാമമൊക്കെ. എങ്ങനെ എത്തിച്ചേരാൻ ചോദിച്ചാൽ തവാങ്ങൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ എത്തിപ്പെടുന്ന സ്ഥലമാണ് ബോംഡില ദിരാങ് എന്ന് പറയും. ബോംഡില കഴിഞ്ഞിട്ടുള്ള ചെറിയ ടൗണാണ് ദിരാങ് എന്ന് പറയുന്നത്. ദിരാങ്ങിൽ നിന്നും തവാങ് പോകാതെ ഉള്ളിലേക്കൊരു 13 കിലോമീറ്റർ മാറിയിട്ടാണ് ചുഗ് വാലി സ്ഥിതി ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബൈക്കും കാറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചേരാം. ട്രെക്ക് ചെയ്ത് വരുന്ന ആൾക്കാർ 4 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. ഞാൻ നടന്നാണ് ഇവിടെ വന്നത്. നടന്ന് വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രകൃതി ആസ്വദിക്കാൻ സാധിക്കും. ഈ ഒരു വ്യൂ നോക്കിയാൽ ഇതൊക്കെ ഒറിജിനലാണോ? കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ വാൾപേപ്പറിൽ കാണുന്ന പിക്ചറാണ് കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ റിയൽ ലൈഫായിട്ട് കാണുന്നത്. അത്രമാത്രം ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പറയുന്നത്. ഇവിടെ ഒരു ബുദ്ധ മൊണാസ്ട്രി ഉണ്ട്, പിന്നെ റോഡോഡെൻഡ്രോൻ്റെ ട്രീ കാണാൻ സാധിക്കും, ആൽപൈൻ ഫോറസ്റ്റ് ഉണ്ട്, കൂടാതെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം വാക്ക് ചെയ്ത് വേണം ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. എന്തായാലും എല്ലാവരും കാത്തിരിക്കും. നല്ല നല്ല കാഴ്ചകളാട്ടോ കൊണ്ടുവരുന്നത്. എൻ്റെ ദൈവമേ, ഈ പർവ്വതങ്ങളുടെ കാഴ്ചകളൊക്കെ എത്രമാത്രം സന്തോഷം നൽകുന്നു എന്നറിയോ? വാ, നമുക്ക് നടന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതിലെ കസ്തൂനുൻസ नेपाली भाषा मालूम है? नहीं जानता हम नेपाली. अच्छा, कैसे हो? ये ठीक है वैसे भी. Okay. मेरा नाम दोर्जी चोइसम है. जॉर्जी चोइसोम. चोइसम. ओके, इधर का बुद्ध आदमी का नाम है. जी. ओके, जो ये बुद्धिस्ट ओके टाइप है. ओके. और मोनपा टाइप. मोनपा ट्राइब, वेस्ट कामेंग डिस्ट्रिक्ट, चुग विलेज. वेस्ट कामेंग डिस्ट्रिक्ट, अरुणाचल प्रदेश ओके विलेज है. ओके. नमस्ते ब्रदर. नमस्ते सर. कैसे हो? ठीक है सर. आपका नाम बोलिए. प्रेमखंड. प्रेमखंड. प्रेमखंडू. प्रेमखंडू. अच्छा, प्रेमखंडू इधर का MLA CM का नाम है. जी. अच्छा अच्छा, मैं मालूम है. ठीक है, धन्यवाद. ओके.
സത്യം പറഞ്ഞാൽ നമ്മൾ സഞ്ചാരികൾ വരുമ്പം ഇത് കാണുമ്പോൾ അത്രമാത്രം സ്റ്റൈലാണല്ലോ, ഇതിൻ്റെ സൈഡിൽ നിന്നൊരു ഫോട്ടോ എടുത്താൽ അത്രമാത്രം ഗുണം ചെയ്യുന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇത് ഇവരെപ്പം ക്ലീൻ ചെയ്യും കണ്ടോ, ഇതിൻ്റെ ഓരോ പരിസരം കണ്ടോ, അത്രമാത്രം ഇവർ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് മരിച്ചു പോയ ആൾക്കാരുടെ ഓർമ്മയാണ് ഈ കാണുന്ന ഓരോ മാനകളും. നമ്മൾ സഞ്ചാരികൾ വരുമ്പം ഇതിനെ എപ്പോഴും ബഹുമാനിക്കാൻ പഠിക്കണം കേട്ടോ. കുറേ ആൾക്കാർ ഇതിന് മുകളിലൊക്കെ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഗ്രാമത്തിൽ വരുമ്പോഴും എന്നോട് പറഞ്ഞായിരുന്നു, നമ്മൾ ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ ഇതിന് മുകളിലൊക്കെ വലിഞ്ഞ് കയറുമെന്ന്. ഒരിക്കലും കയറരുത്. നമ്മളെ നാട്ടിലായാൽ പോലും മരിച്ച ആൾക്കാരെ എങ്ങനെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത്, എങ്ങനെയാണോ ആദരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും. പക്ഷെ അവരുടെ കൾച്ചർ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അത്രമാത്രം സുന്ദരമാണ്. അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ടത് കൂടിയാണ് കേട്ടോ മാന എന്ന് പറയുന്നത്. ഇതെന്താണ്, നമ്മളെ ചോറില്ലേ, ചോറും മുട്ടോംലെറ്റാണെന്ന് പറയുന്നത്, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാക്കിയത്. പുലോവ എന്നായിട്ടാണ് പറയുന്നത്, എനിക്ക് കറക്റ്റ് പേര് അറിയത്തില്ല. നദീൻ്റെ സൈഡിൽ പോയിട്ട് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാ കാണാ. നദീ തീരത്ത് പോകുന്നില്ല, മനോഹരമായ കാറ്റുകളൊക്കെ അടിക്കുന്ന, സൂര്യപ്രകാശം അടിക്കുന്ന സുന്ദരമായ മൈതാനത്തിരുന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭക്ഷണം കഴിക്കാം. ഇതൊക്കെ ഞാൻ തന്നെ തിരിച്ചു കൊണ്ട് പോകും കേട്ടോ. ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഞാനൊരു സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകാറില്ല. കാരണം പ്രകൃതി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സുഹൃത്തുക്കളെ. ഇതാണ് കേട്ടോ ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. ചോറും കറിയും മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മളെ ഇതുണ്ട്, ഓംലേറ്റ് ഉണ്ട്. ചെറിയൊരു നോർമൽ ഫുഡാണ്, പക്ഷേ വിശപ്പടക്കാൻ ഇത് ധാരാളം കേട്ടോ. ഇത് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ. ഇങ്ങനെയുള്ള എപ്പിസോഡുകളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാറില്ല, പക്ഷെ എനിക്ക് എന്നും കമൻറ്റാണ് വരുന്നത്, നീ എന്താണോ കാണുന്നത് ആ കാഴ്ചകളൊക്കെ കൊണ്ടുവരും, നിൻ്റെ ഒരു ഡെയിലി ജീവിതം പുറത്ത് പോകുമ്പോൾ എന്താണ്, അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും സന്തോഷം, പ്രകൃതി ഇത്രമാത്രം സന്തോഷം നൽകുന്നതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്, ഈ തനിച്ച് യാത്രകൾ ചെയ്യുമ്പം എങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത്, ഫോക്കസൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ആവുന്നതൊക്കെ ചോദിക്കാറില്ലേ. അതൊക്കെ ഈ ഒരു എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സ്റ്റാൻഡ് കണ്ടോ, വലിയൊരു ട്രൈപ്പോഡാണ്, അതിന് മുകളിൽ ക്യാമറ വെക്കും. എന്നിട്ടാണ് കേട്ടോ 200 മീറ്റർ വരെ സൂമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഈ ഒരു ലെൻസ് ഇത്രത്തോളം സൂമാകും. ഇങ്ങനെയൊക്കെയാണ് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ആ കാണുന്ന എൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. ആ സ്റ്റിക്കിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രത്തോളം സൂമാക്കിയില്ലേ കണ്ടോ, സൂമാക്കിയിട്ട് അവിടെ ഒരു ഫോക്കസ് വെച്ചാൽ ഓട്ടോമാറ്റിക് അവിടെ ഫോക്കസ് ആവും. ഫോട്ടോസ് കണ്ടോ, 10 സെക്കൻഡ് വരെ ടൈം ഉണ്ട്, അതിലുള്ള ഫോട്ടോസ് കിട്ടും. വീഡിയോസ് ആണെങ്കിൽ ദൂരെ പോയി നിൽക്കും കേട്ടോ. അതായത് കുറച്ച് റിസ്ക് ഉണ്ടെന്ന് പറയാം. ഇങ്ങനെയാണ് ഓരോ എപ്പിസോഡുകളും കൊണ്ടുവരുന്നത്. ക്യാമറ ഏതാണെന്നും കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. ഇതിൽ തന്നെ കണ്ടോ, എനിക്കധികം ഇതിൻ്റെ ടെക്നിക്കപരമായ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതാണ് ബോഡി, A7 M3 ആണ്. പിന്നെ ടാമറോണിൻ്റെ ഒരു ലെൻസും. ഇതാണ് എൻ്റെ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയങ്ങൾ മാറിയെന്ന് ഞാൻ കരുതുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ ഒരാൾക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ ആ വലിയ ബാഗും വെച്ചിട്ടാണ് ഈ ക്യാമറ എടുത്ത് നടക്കുന്നത് കേട്ടോ. നല്ല ഭാരമാണ്, പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെയാണ് കാലെടുത്ത് മുന്നോട്ട് വെക്കണ്ടേ. അതുകൊണ്ടാണ് സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യാത്രകൾ തുടരുന്നതും നല്ല ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റുന്നതൊക്കെ. സുഹൃത്തുക്കളെ, ഈ ഒരു സ്ഥലം നോക്കിയ എത്ര മനോഹരമായിരിക്കുന്നല്ലേ. കുളിക്കാനും മീൻ പിടിക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ചുഗുവാലി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെ അങ്ങ് മുകളിലൊക്കെ നോക്കിയ വലിയ പർവ്വതങ്ങളാണ്, അതിന് സൈഡിലൂടെ ഒരു നദി ഒഴുകി പോകുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിമൊക്കെ ഇൻടു ദ വൈൽഡ് എന്ന് പറഞ്ഞ മൂവിയിൽ അതിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഒരു കാഴ്ചകൾ എന്ന് പറയുന്ന ഇങ്ങനെ ഇരിക്കുന്ന സീൻ എവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇൻടു ദ വൈൽഡ് മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെയൊക്കെ കുറേ കാഴ്ചകൾ. എന്തായാലും സന്തോഷം തോന്നുന്നു കേട്ടോ. എത്ര ഹാപ്പിനെസ് ആണെന്നറിയോ യാത്രകളിൽ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഓരോരോ മനോഹരമായ കാഴ്ചകളാണെന്ന് പറയാം. എൻ്റെ ദൈവമേ, ഒരു ചൂണ്ട കൂടി ഉണ്ടെങ്കിൽ ഇവിടുന്ന് മീൻ പിടിക്കുന്ന കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് കാണാമായിരുന്നു. ഈ നദിയിലൊക്കെ ധാരാളം മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഗ്രാമവാസികൾ ധാരാളം മീൻ പിടിക്കാറുണ്ട്. എൻ്റെ ക്യാമറയുടെ മുമ്പിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രാണികൾ ഇങ്ങനെ കൂട്ടം കൂടുന്ന കാണാം കേട്ടോ. അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഗ്രാമത്തിൽ വന്ന കൊണ്ടായിരിക്കും എൻ്റെ ക്യാമറ ഒക്കെ ഇങ്ങനെ പൊതിയുക. എന്തായാലും സന്തോഷം കേട്ടോ, ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചല്ലോ. ഹലോ, ആരെങ്കിലും ഉണ്ട് ഇവിടെ എൻ്റെ ഈ അഭിപ്രായങ്ങളൊക്കെ കാണാൻ വേണ്ടി? എന്തായാലും ഒരുപാട് സന്തോഷമായി കേട്ടോ. എന്താ ഫ്രെയിം എന്ന് വിചാരിച്ചിട്ടാണ്. ചുഗ് ഗ്രാമത്തിലെ കിവി കൾട്ടിവേഷൻ കേട്ടോ കാണുന്നത്. കിവി കൃഷിയുടെ വലിയ പാടത്തൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. ദൂരത്തോളം ഉണ്ട്. ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞത് ആവും കേട്ടോ. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്, ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ.
ഒരു മരത്തിൽ നിന്ന് കുറേ കിവി പഴങ്ങൾ ലഭിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത്. തൊട്ടടുത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത്രമാത്രം ശാന്തത എന്ന് പറയുന്നത്. എന്താ ഭംഗിയല്ലേ. നല്ല കാട് ഏരിയകളാണ്. ഇവിടെ പലതരം ഈച്ചകളൊക്കെ ഉണ്ട്. ഒരു ഈച്ച കടിച്ചതിൻ്റെ ഒരിതാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ. നല്ലപോലെ 2 കൈയും വീങ്ങിപ്പോയതിൻ്റെത് ഇവിടെയും കാണാൻ സാധിക്കും കേട്ടോ. 2 കൈയിൽ നല്ല വീക്കം വന്നിട്ട് ഒരു തരം കൊതുക് പോലെയാണെന്ന് പറയാം കേട്ടോ. ഇതാണ് ഇവിടെ പരിസരം എന്ന് പറയുന്നത്. ഈ ചെടി ഞാൻ ഏതാണെന്ന് പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് കോപ്പറേറ്റ് ഇഷ്യൂ എനിക്ക് വരും കേട്ടോ. അതുകൊണ്ട് ഈ ചെടീൻ്റെ പേര് ഞാൻ പറയാത്തത്. നിങ്ങൾക്കത് ചിന്തിക്കുക എന്തായിരിക്കുന്നത്. ഇവിടെ നോർമലാണ് കേട്ടോ, കോമൺ ആയിട്ട് വളരുന്നതാണ്. ആരും അത് നട്ടുപിടിപ്പിക്കുന്നതല്ല കേട്ടോ. നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെയാണ്. ഇവിടുത്തെ ആൾക്കാർ അത് ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ. ആ ചെടി അത് നോർമലാണ്. പർവ്വത ഏരിയകളിലെ ആൾക്കാർ അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ കിവി കൃഷിയുടെ സ്ഥലമാണ്. അത്രമാത്രം ഭംഗിയേറിയിരിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ സ്ഥലമാണ് കേട്ടോ ഈ ഒരു ചുഗ് എന്ന് പറയുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു വാലിയാണ്. കാടിനെ സ്നേഹിച്ച് ജീവിക്കുന്ന മനുഷ്യരെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് വിശേഷിപ്പിക്കുക. മോൻബ ട്രൈബലാണ് കേട്ടോ. മോൻബ എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമങ് ഡിസ്ട്രിക്റ്റിലെ ബുദ്ധമത വിശ്വാസികളുടെ നാടാണ് കേട്ടോ. ഒരു ഉൾഗ്രാമ പ്രദേശമാണ്. അത്ര വലിയ സഞ്ചാരികളൊന്നും ഇവിടെ വരാറില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല തണുപ്പും ചില സമയത്ത് നല്ല മഴയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. കുറച്ച് ദിവസം മാത്രമേ ഈ കാണുന്ന വെയിലുണ്ടാകൂ. അത് കഴിഞ്ഞ് ഇവിടെ മൊത്തം മഴയായിരിക്കും. എന്തായാലും സന്തോഷം കേട്ടോ. ജനങ്ങൾ ഇപ്പോഴും പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ ആൾക്കാരുടെ വീഡിയോസ് നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൂടെ ഒരു ഗൈഡ് ഉണ്ടെങ്കിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. വീട്ടിനകത്തൊക്കെ കയറി ചെല്ലാൻ വേണ്ടി. കാരണം അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ്. ഒരു ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ കൾച്ചർപരമായ കാര്യങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണം. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ കാണുന്ന. ചെറിയൊരു ഡയറി പോലത്തെ ബുക്കാണ് ഇത്. മൊത്തം ഹാൻഡ് മെയ്ഡാണ്. ഇവർ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഈ കളർ പെയിൻറ്റിംഗ് ഒക്കെ പറയുന്നത് പൂക്കൾ കൊണ്ടാണ് ഇവർ കളർ പെയിൻറ്റിങ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ ഗ്രാമത്തിൽ വന്നാൽ വാങ്ങാൻ സാധിക്കും. ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ ബുക്കുള്ളത് കൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. ഈ കളർ പെയിൻറ്റിൻ്റെ ഇത് കണ്ടോ. ഇതിന് 200 രൂപയാണ് കേട്ടോ. പൈസ കൂടുതലാണ്. പക്ഷേ 7-8 മണിക്കൂർ എടുത്തിട്ടാണ് ഇവർ ആക്കുന്നത്. ഒരു മെഷീനൊന്നും ഇല്ലാതെ കൈ കൊണ്ടാണ് ഇവർ നിർമ്മിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ നൂലും ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ മിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടോ. ഈ ബുക്കിന് 200 രൂപയാണ് വില വരുന്നത്. ഇതൊക്കെ ഈ കടലാസ് പോലും ഇവരുണ്ടാക്കുന്നതാണ് കേട്ടോ. ഈ ഗ്രാമത്തിൽ നിന്ന് ഈ കടലാസ് പോലും ഇവിടുത്തെ ഒരു മരമുണ്ട്, അതുകൊണ്ടാണ് ഇവരുണ്ടാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇവരെ നമ്പർ തരാം കേട്ടോ. ഈ ഗ്രാമത്തിലെ ഇവിടുത്തെ ഈ ഒരു വീട്ടുകാരുടെ നമ്പർ തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇവരെ ഹോം സ്റ്റേ ഉണ്ട്, ഇവിടെ താമസിക്കാൻ സാധിക്കും കണ്ടോ. കോസ്മോസ് ഹോം സ്റ്റേ എന്നാണ് കേട്ടോ പറയുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിൽ ഗ്രാമത്തിലെ രാജാവിനെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഹായ്, ഹലോ. പാവം കേട്ടോ, അവിടെ ഇരിക്കുന്നുണ്ടായത്. ഞാൻ കയറി വന്നപ്പോൾ ഒറ്റ എണീക്കല്. അപ്പോൾ മനുഷ്യനൊക്കെ പേടിയുണ്ട് കേട്ടോ, ഇത്രയും വലിയൊരു കന്നുകാലിക്കൊക്കെ. ഹായ്. ഗ്രാമവാസികളൊക്കെ രാവിലെ കൃഷി തിരക്കിലാണ് കേട്ടോ, പണിത്തിരക്കിലാണ്. എല്ലാവരും അവരുടെ പാടത്തിലാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. സൂം ചെയ്യുമ്പോൾ വിഷ്വൽസ് മാറുമോയെന്നറിയില്ല. അങ്ങ് ദൂരെ കണ്ടോ എല്ലാവരും ജോലി തിരക്കിലാ. അവരെന്താ നടുന്നേ? ഉരുളക്കിഴങ്ങാണോ അരിയാണോ അറിയണമെങ്കിൽ അവിടെ പോകണം. ഇവരുടെ ഭാഷ കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. മോൺബ ട്രൈബൽസിൻ്റെ നാടാണെന്ന് ഞാൻ പറഞ്ഞു. അവരൊക്കെ കണ്ടോ പണിത്തിരക്കിലാണ്. എൻ്റെ കൂടെ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ എനിക്ക് സുഖമായി എല്ലാ സ്ഥലങ്ങളും അന്വേഷിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് കയറി പോകാത്ത. നല്ല മനുഷ്യരാട്ടോ, ഒന്നും പറയത്തില്ല. നമ്മളെ സഞ്ചാരികളൊക്കെ അത്രമാത്രം സ്നേഹത്തോടെ സ്വീകരിക്കുന്നൊരു ജനത കൂടിയാട്ടോ. ഇതാണ് ഇവരുടെ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകൾ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ഒരു അടയാളമാണ് ഈ ഒരു ഗ്രാമം കേട്ടോ. നിങ്ങൾ നോക്കി, എന്തെങ്കിലും ഒരു ശബ്ദം ഇവിടെയുണ്ടോ? പ്രകൃതിയുടെ ശബ്ദം മാത്രം. ഇവിടുത്തെ ആൾക്കാരുടെ ശബ്ദം പോലും പുറത്ത് കേൾക്കുന്നില്ല കേട്ടോ. കാരണം ഇവിടെ അത്രമാത്രമേ ആൾക്കാർ ജീവിക്കുന്നുള്ളൂ. ഇപ്പോഴാണ് ആ പട്ടീൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ശബ്ദം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ആൾക്കാർ വന്നാൽ പട്ടി കുരച്ചിട്ടാണ് ഗ്രാമവാസികളെ അറിയിക്കുക. അപ്പം നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ നിൽക്കണം. ഗ്രാമവാസികൾ വന്ന് ചോദിക്കും
എന്തിനാണ് നീ ഇവിടെ വന്നത്? അപ്പം ഞാൻ പറയും ഈ ഗ്രാമം കാണാൻ വേണ്ടിയിട്ടാണ് താങ്കളുടെ ഗ്രാമത്തിൽ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയും കേട്ടോ. എന്തായാലും സന്തോഷം കേട്ടോ. എന്താണിത്, സ്വിറ്റ്സർലാൻഡൊക്കെ പോലെ ഉണ്ട് കേട്ടോ. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചയൊക്കെ, പക്ഷെ അതുപോലെ തോന്നിക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, അവർ നിർമ്മിച്ച രീതി ഒന്ന് കണ്ടോ, കല്ല് അടുക്കി വെച്ചത് പോലെയാണ് കേട്ടോ. കല്ലും കളിമണ്ണും പിന്നെ എന്താണ് ഒരു ഫ്ലൈവുഡ് പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ ഇവർ കൂടുതലും വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിർമ്മിക്കുന്നത്. മുകൾ ഭാഗം ടിന്നാണ്, നമ്മുടെ ടിന്നിൻ്റെ ഷീറ്റാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതാണ് ചുഗു വാലിയിലെ ലാസ്റ്റ് ബസ്തി കേട്ടോ. ഇതിനപ്പുറം വേറെ വില്ലേജോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കൃഷി തന്നെയാണ് കേട്ടോ. ആപ്പിളൊക്കെ ഉണ്ട് കൃഷി ചെയ്തിട്ട്, കിവി ഉണ്ട്, പിന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്കത് കാണാം. ഞാൻ ഒറ്റക്കായത് കൊണ്ടെത്തുന്നത് നമുക്ക് അങ്ങനെ കയറി ചെല്ലാൻ സാധിക്കത്തില്ല. അതിൻ്റെ ചെറിയൊരു പേടിയൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, ചുഗു ഗ്രാമത്തിൽ നിന്നും കുറച്ചു നേരം കാട് കയറിയപ്പം കണ്ടതാണ് 2-3 വീടുകൾ മാത്രം കേട്ടോ. ഇവിടുത്തെ ഗ്രാമവാസികൾ പണ്ട് കാലത്ത് ഇവിടെയൊക്കെയാണ് താമസിച്ചിരുന്നത്. പിന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളൊക്കെ വന്ന ശേഷം എല്ലാവരും കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങി ചുഗു ഗ്രാമ പരിസരത്ത് എത്തിയിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇത്രയും മനോഹരമായ സ്ഥലത്താണല്ലോ ഇവർ താമസിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ കേട്ടോ. കാലാവസ്ഥ ഉണ്ടോ, കുറച്ച് ദിവസം മഴയാണ്. ഈ മഴ കൂടി നനഞ്ഞാൽ എൻ്റെ തൊണ്ട വേദന കൂടത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ? കൊടും കാട് ഏരിയകളിലാണല്ലോ ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. പണ്ടൊക്കെ ഇവിടെ കടുവ കരടിയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഗോത്രവർഗ്ഗക്കാരാണല്ലോ, ഇവരെല്ലായിടത്തും ഹണ്ടി ചെയ്യും. ഇപ്പോഴാണ് നിയമങ്ങളൊക്കെ കുറച്ചുകൂടി ശക്തമായത് കൊണ്ടാണ് ഹണ്ടിങ് ഒക്കെ കുറഞ്ഞത്. നമ്മളൊക്കെ വന്ന് ഇവിടുന്ന് ഹണ്ടി ചെയ്യുന്ന സൗണ്ടായിട്ട് കേട്ടാൽ 50,000 രൂപ കേട്ടോ പിഴ എന്ന് പറയുന്നത്. എൻ്റെ ദൈവമേ, സ്വർഗമല്ലാതെ എന്താണ് വിശേഷിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ ആൾ താമസമൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ വിറക് വറക്കാൻ പോക്കുന്നുണ്ട്. വലിയ മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് വരും. ആ സമയത്ത് ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഉള്ളിൽ കയറുന്നുണ്ടെന്നൊക്കെ കേട്ടോ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ പറയുന്നത്. എന്തായാലും സന്തോഷം കേട്ടോ. ഞാനൊക്കെ എന്നോ കണ്ട സ്വപ്നത്തിൽ ഏതൊക്കെയോ സ്ഥലങ്ങൾ പോലെയാണ് ഈ ഭൂമിയൊക്കെ എനിക്ക് കാണിച്ചു തരുന്നത്. വെയിൽ വന്നപ്പം ഈ ഭൂമിയിലെ കാഴ്ച നോക്കിയേ, എൻ്റെ ദൈവമേ, എത്രമാത്രം ഭംഗിയേറിക്കുന്നു ഈ കാഴ്ചകളൊക്കെ. ഇതാണ് കേട്ടോ ഈ താഴ്വര എന്ന് പറയുന്നത്. വെയിലൊതിക്കുമ്പോൾ സ്വർണം പോലെ തിളങ്ങുന്ന പച്ചവിരിച്ച മൈതാനങ്ങളുള്ള നാടാണ് കേട്ടോ ചുഗു വാലി എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമായി ഇന്ന് എനിക്ക് ഈ ഒരു കാഴ്ചകൾ കാണാൻ സാധിച്ചതിൽ. മഴ വന്നപ്പോൾ അവരെന്താണ് എന്തൊക്കെയോ നടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴ വരുന്നത്, മഴയും വെയിലൊക്കെ വരുമ്പോൾ ഇന്ന് എല്ലാവരും എന്താണ് കൃഷിയിടത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ നോക്കിയേ, ക്യാമറ കാണുമ്പോൾ ഒളിച്ചു നിൽക്കുക കേട്ടോ. പാവം കുഞ്ഞു മക്കള്. ഹായ്, ഹലോ. അവർ ഒളിച്ചിരിക്കുന്നൊക്കെ ബാക്കിലായിട്ട്. ഇതൊക്കെ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ എടുക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇവരെന്തൊക്കെയോ നടുവാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും പണിത്തിരക്കിലാണ്. എന്താ ഭംഗി കണ്ടോ സ്ഥലത്തിന്റെ. അത്രമാത്രം മനോഹരമായ പാതയാണ് കേട്ടോ ചുഗു വാലി എന്ന് പറയുന്നത്. നിങ്ങൾ ആരും ഇവിടെ മിസ് ചെയ്യരുത്, തവാങ് പോകുന്ന സഞ്ചാരികൾ എന്ന് പറയുന്നേ. കണ്ടോ കുറെ ആൾക്കാർ എല്ലാരും പേടിച്ചു പോന്നു കേട്ടോ. ഞാൻ കാണിച്ചതാ കണ്ടോ, ബാക്കിലായിട്ട് ഓരോ ആൾക്കാർ നിൽക്കുവാണ്. എന്താ രസമല്ല, പാവം കുഞ്ഞു മക്കള്. സുഹൃത്തുക്കളെ, ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എൻ്റെ യാത്ര എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇവിടുന്ന് പോകണം. വീട്ടുകാരില്ല, അവരെവിടെ പുറത്ത് പോയിട്ടാണ് ഉള്ളത്. എന്നോട് പറഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് പോയിക്കോ. അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് നോർമൽ എങ്ങനെയാണോ വന്നത് അതുപോലെ പോവാം കേട്ടോ. ഒന്ന് ഫോം വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. ഇത് ലോക്ക് ചെയ്തിട്ട് ചാവി അപ്പുറത്ത് വെക്കണം കേട്ടോ. അതാണ് പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് മെല്ലനെ ഇറങ്ങാം, യാത്രകൾ തുടരാം. ഇതാണ് ഇന്ന് രാവിലെ കഴിക്കുന്ന ഭക്ഷണം കേട്ടോ. 10 മണിക്കാണ് കഴിക്കുന്നത്. ഓംലേറ്റ് ആണ് കേട്ടോ. നല്ല ഓംലേറ്റ് ആണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നേരെ ദിരാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം 4 മണിക്കൂറോളം നടക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചത് വൈൻഡപ്പ് ചെയ്യാം. ദിരാങ്ങിലെത്തിയിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ നോക്കണം.